രുക്മിണിയാണ് പാലക്കാട് നിന്നും. ശ്രീമതി രുക്മിണി, താങ്കൾ പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ആളാണോ അതോ അതിന് പുറത്ത് ആണോ താമസം? എവിടെയാണ് പാലക്കാട്? മുനിസിപ്പാലിറ്റിയിലാണ്. താങ്കൾക്ക് മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം, എനിക്ക് 55 വയസ്സായി. ഈ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ മാർക്സിസ്റ്റിൽ വോട്ട് ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ പോലും ഞാൻ പോയിട്ട് മാർക്സിസ്റ്റിന് വോട്ട് ചെയ്തിട്ട് വന്നാണ്. ഇപ്പൊ ഈ തോൽവി കാണുമ്പോ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. പറയട്ടെ, എന്റെ കുടുംബത്തിൽ എല്ലാവരും, ഭർത്താവായാലും മക്കളായാലും എല്ലാവരും ഈ മാർക്സിസ്റ്റിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്രാവശ്യം ചെയ്തിട്ട് വന്നത് പോലെയാണ്, നമ്മൾ മാറ്റി കുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇത് അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ്. താഴെ തട്ടിൽ നിന്ന് മേലെ തട്ടിൽ വരെയുള്ള എല്ലാ നേതാക്കൾക്കും അവരുടെ മുഖത്തൊരു അഹങ്കാരമുണ്ട്, ഒരു ദയാദാക്ഷിണ്യം ഇല്ല. ഒരു പാവപ്പെട്ട ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ഞാനെന്നൊരു ഭാവം. ഇവരിലേക്ക് ആരും ആക്കുന്നതാരാ? നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മുടെ ഹോട്ടലിൽ ഇവരിനെ ആക്കുന്നത്. പക്ഷെ ഇവർക്ക് അഹങ്കാരമാ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ ഇവരെല്ലാം. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. താങ്കളുടെ ഒരു വേദനയെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ ശബ്ദത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. എന്താന്ന് പറഞ്ഞ വേദനയാ ഞാൻ പറയണത്. നമ്മൾക്ക് എന്തെങ്കിലും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് പോയാൽ അവര് കണ്ണിന്റെ മൊഴി അവർക്ക് പൊങ്ങൂല. പിന്നെ അവരവിടുത്തെ രാജാക്കന്മാരാ. പിന്നെ ഈ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്താ? ഈ പാവങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് വേണ്ട ഇവർക്ക് വലിയ ആളാവാൻ. അതവര് മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാനും അവർക്ക് മടിയില്ല, എന്ത് ടെറികേട് ചെയ്യാനും മടിയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എനിക്കിത് പറയേണ്ടി വന്നു. എന്താന്ന് വെച്ചാ എന്റെ അനുഭവം വെച്ചിട്ടും ഇപ്പൊ നമ്മൾ ഈ ന്യൂസിലും എല്ലാം നമ്മൾ കാണുന്നല്ലേ, കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നല്ലേ. അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നത് രണ്ടു പേർക്ക് പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാ. എനിക്ക് പറയാതെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ ഏത് പാർട്ടിക്കാർക്കായാലും സ്വാഭാവികമായി ഓരോ പാർട്ടിക്കാർക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ റിസൾട്ട് വന്നപ്പോഴില്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇത് കിട്ടേണ്ടതായിരുന്നു എന്ന് എനിക്ക് 100% ഇവർക്ക് ഇത് കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മുമ്പ് ഒരു പ്രശ്നം കരുനാഗപ്പള്ളിയിലെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മുഴുവൻ സ്ഥലത്തെ റിസൾട്ട് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക എന്നുള്ളത് പ്രയാസമാണ്. നമ്മുടെ സ്ക്രീനിൽ വന്നത് നോക്കി പറയാൻ. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ ഉള്ളത് UDFന് 19 സീറ്റും LDFന് 12 സീറ്റും NDAക്ക് 6 സീറ്റുമാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം മുമ്പേ പറഞ്ഞ കണക്ക് ഇത്തിരി കൂട്ടിയ കണക്കായിരുന്നു NDAയെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അത് കൃത്യമായ കണക്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പറയുന്നത് 19, 12, 6 എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്ത മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഒരു ഫലം ഉണ്ടായതിനെ? നമസ്കാരം സാർ. നമസ്കാരം. ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ അതൊരു നേട്ടമായിട്ട് കോൺഗ്രസിനെ കാണാൻ കഴിയില്ല. കാരണം ഈ സർക്കാരിൽ വെറുപ്പ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന മാത്രമേ എനിക്കിത് കാണാൻ കഴിയുള്ളൂ. അതായത് കോൺഗ്രസ് നേട്ടമായിട്ടോ അല്ല കോൺഗ്രസിന്റെ പ്രവർത്തന മേഖല ഉചിതമായി പ്രവർത്തിക്കുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതല്ല കോൺഗ്രസ്. ഇത് സർക്കാരിനോടുള്ള വെല്ലുവിളി ജനങ്ങൾ കോൺഗ്രസിലേക്ക് പ്രകടിപ്പിച്ചു. ഇത് ചിലപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പ്രകടിപ്പിക്കാൻ ആദ്യമുള്ള സാഹചര്യത്തിലേക്ക് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കോൺഗ്രസ്സുകാർ ഇവിടെ കിടന്ന് എപ്പോഴും പറയുന്നുണ്ട്, ഷാഫി പറമ്പിലൊക്കെയാണ് നേട്ടങ്ങളെ കുറിച്ച് പറയും. കോൺഗ്രസ്സുകാർ എന്താ നേട്ടങ്ങൾ ചെയ്ത്? ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. ഇവരിൽ വെറുപ്പ് ജനങ്ങൾ പ്രകടിപ്പിച്ചതാണ് ഈ ഇത്രയും കൂടുതലൊരു വളരെ വ്യക്തമാണ്. ഇത് കോൺഗ്രസിന് അനുകൂലമായ ഒരു വോട്ടല്ല ഇത് വന്നിരിക്കുന്നത്, ഈ സർക്കാരിന് വിരുദ്ധമായ ഒരു വോട്ടാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ മജീദാണ്, മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മജീദ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ? എനിക്ക് തോന്നുന്നു താങ്കളുടെ ജില്ല മാത്രമേ ഉള്ളൂ മുൻ തവണ എങ്ങനെ പ്രതികരിച്ചോ ആ മട്ടിൽ തന്നെ പ്രതികരിച്ചു. ബാക്കി ജില്ലകളുടെ എല്ലാം ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകളോ അട്ടിമറികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കേരളത്തിന്റെ പൊതു ഫലത്തെ വിലയിരുത്തുന്നത്? ഞാനിത് മനസ്സിലാക്കുന്നത്, ഈ നേരത്തെ ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലെങ്ങാണ്ട് അദ്ദേഹത്തിന് ഏറ് കിട്ടി. നേർമറിച്ച് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഈ കഴിഞ്ഞ ജനസമ്പർക്ക യാത്ര നടത്തി. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കറുത്ത ഡ്രസ് ഇട്ട് വന്ന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കൊക്കെ അദ്ദേഹം ചെയ്തത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് കൊണ്ടും വലിയ വടി കൊണ്ടും തല അടിച്ചു പൊളിക്കുന്ന ഒരു അവസ്ഥ ജനങ്ങൾ കണ്ടു. കേരളത്തിലെ മുഴുവൻ ജനങ്ങള് മൊത്തത്തിൽ പത്രമാധ്യമങ്ങളുടെ, നമ്മുടെ ന്യൂസ് 18 ചാനലോടൊക്കെ വ്യക്തമായിട്ട് കാണാണ്. എന്നിട്ട് അടിച്ച് തല പൊട്ടിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി തന്റെ വീടിന്റെ പിതാവ്, നമ്മുടെ കുടുംബത്തിന്റെ നാഥൻ പറയുന്നത് അത് രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. തല അടിച്ചു പൊട്ടിക്കലാണോ സർ രക്ഷാപ്രവർത്തനം? ഈ രക്ഷാപ്രവർത്തനത്തിനെതിരെ ജനങ്ങൾ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്
ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഈ വോട്ടിലൂടെ പ്രതികരിച്ചതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു UDF വിജയം എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷെ മലപ്പുറത്ത് മാത്രമല്ല സർ, കോഴിക്കോട് കോർപ്പറേഷനിൽ ഏകദേശം വിജയത്തിന്റെ വക്കോളം എത്തി UDF. അതേപോലെ തന്നെ BJPക്ക് സീറ്റ് വർദ്ധിപ്പിച്ചു. അതേപോലെ വിവിധ പന്തളത്തെല്ലാം BJPയുടെ ഭരണം ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ, അതെല്ലാം ഇപ്പൊ UDF പിടിച്ചത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു ജനരോഷം. ഇതൊരു സെമി ഫൈനലാണ്. ഈ ഫൈനലില് ഈ അടുത്തത് ഫൈനലാണ് വരാൻ പോകുന്നത്. ഫൈനലിൽ എന്തായാലും UDF കോൺഗ്രസ് വിവാദങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ UDF ജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ UDFിൽ ഈ നേതൃത്വം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവര് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെമി ഫൈനൽ ജയിച്ചു, ഈ ഫൈനലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നതാണ്. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ, ഇടുക്കിയൊക്കെ വീണ്ടും UDFന് വലിയ മേൽക്കൈ എല്ലാ തലത്തിലും, ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം നേടിയ ഒരു ജില്ലയാണ്. ഇപ്പോഴത്തെ ഈ ഫലത്തെ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി അടക്കം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരിട്ടിരുന്നത്, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം ഉണ്ടാകുമെന്ന്. എന്തുകൊണ്ടാവും കേരളത്തിന്റെ ഫലം ഈ മട്ടിലുണ്ടായത്? നല്ല ഭരണമായത് കൊണ്ടായിരിക്കും. അതല്ല ഇടുക്കിയിലെ തൊടുപുഴയൊക്കെ തന്നെ ഇപ്പോൾ UDF ആയി. നേരത്തെ തൂക്കുമന്ത്രിസഭയിലായിരുന്നു. NDAക്കും കുറച്ച് സീറ്റ് കിട്ടി. പിന്നെ കുറച്ചു മുമ്പ് ഒരാൾ പറഞ്ഞിട്ട് മറിച്ച് വോട്ട് കൊടുത്തു. അങ്ങനെയൊന്നും ആൾക്കാർ വോട്ട് ചെയ്യുമോ? വോട്ട് എങ്ങനെ മറിച്ച് ഞാൻ ചെയ്യുമോ വോട്ട്? അവിടെ ചെയ്താൽ മതി പറഞ്ഞു. ഞങ്ങൾക്ക് ചുമ്മാ പറഞ്ഞത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടാണ് ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. അല്ലാണ്ട് ഒരു പാർട്ടിക്കാരൻ വിചാരിച്ചാൽ വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ആരും ചെയ്യില്ല. അത് ജയിച്ച് നടക്കൂല. ഞാൻ നോക്കിയിട്ട് നടക്കുക. എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല. ഇവിടെ ആര് പറഞ്ഞിട്ട് ആരും ചെയ്യൂല. അങ്ങനെ അത് ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? തിരുവനന്തപുരം മൊത്തം പോയില്ലേ? പലയിടത്തും UDFും BJPയും കയറി എല്ലായിടത്തും. ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും അങ്ങനെ നോക്കിയാല് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നോക്കി അതും പോവും. അതാണ് സംഭവം. പരിപാടിയൊക്കെയാണ്. തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിതോഷ്, താങ്കൾ ജിതോഷ് തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂര് ഇപ്പൊ മാടക്കത്രയാണ്. ഞങ്ങൾ ചോന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ അറ്റം കഴിഞ്ഞാൽ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു അവകാശപ്പെടാൻ ഉള്ള ഒരു ജില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു തിരിച്ചടി കേരളത്തിൽ ഉണ്ടായത്? അത് അല്ല സാറേ, തൃശ്ശൂർ ഒരു തരി എന്ന് പറഞ്ഞത് ഒരു തരി മാടക്കത്രയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാണ്. പറഞ്ഞോളൂ താങ്കൾ. അതിപ്പോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനിപ്പോ ഒരു ഇടത് പ്രവർത്തകനും സഹയാത്രികനും അതുപോലെ തന്നെ ജീവനക്കാരനൊക്കെ തന്നെയാണ്. ഈ രണ്ടാമത്തെ മരണം നമ്മുടെ യൂണിറ്റ് തലം തൊട്ട് മുകളിലുള്ളവർക്ക് വരെ ഒരു തലക്കരം ബാധിച്ചു എന്നാണ് പൊതുവെ ഉള്ളൊരു സംസാരം. അതിന്റെ ഒരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പല മുതിർന്ന നേതാക്കളും ഓരോ പ്രസ്താവന ഇറക്കുമ്പോ അത് എത്രത്തോളം ജനങ്ങൾക്ക് മാനസികമായി വേദന ഉണ്ടാക്കും. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങള് അവരത് അംഗീകരിക്കുമ്പോ അവർക്ക് അത് പിന്നീട് ഉണ്ടാവുന്ന ഓരോ വാചകങ്ങളും മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ അത് കൊടുക്കണതിന് ഒരു കാര്യമില്ലാതായി വരുന്നുണ്ട്. അതുപോലെ ജീവനക്കാരുടെ കാര്യത്ത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജീവനക്കാര് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. അവരുടെ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അവരെ മുഖവിലേക്കെടുക്കുന്നില്ല. പങ്കാളിത്ത പെൻഷൻ പോലുള്ള ജീവനക്കാർ വളരെയധികം പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവര് ഇത് പറയുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഇത് അവരുടെ കാര്യങ്ങളൊന്നും ചെവി കൊള്ളുന്നില്ല. അവരൊന്നും ഒരു അടുത്ത വോട്ടിന്റെ അവകാശം